യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ പരീക്ഷകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം നീ ആകാശം ഭൂമിവ നിർമ്മിച്ച ദേവദേവൻ. ആകാശം ഭൂമിവ നിർമ്മിച്ച ദേവദേവൻ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ. വാഴ്ത്തുവിൻ, പരം പരിശുദ്ധാത്മാവിൽ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ഭടന്മാരാക്കി അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. സുറിയാനി സഭ അതുപോലെ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ നമ്മുടെ ചൈൽഡ് ബാപ്റ്റിസം, അതാണ് അതിന് പറയുന്നത്. ചൈൽഡ് ബാപ്റ്റിസം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പ്രായമായിട്ടാണ്. നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അവസ്ഥയിൽ തന്നെ കുഞ്ഞിന് തിരിച്ചറിവുള്ളൂ. അതാണ് നമുക്കറിയാം, അവരെ ദൈവാശ്രയത്തിൽ വളർത്തുവാനുള്ള റെസ്പോൺസിബിലിറ്റി പേരൻസിനാണ്. നിങ്ങളുടെ പള്ളിയിൽ വന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെ പേരൻസ് നിങ്ങൾ വളർത്തുന്നു, നിങ്ങളെ നടത്തുന്നതുകൊണ്ടാണ് നിങ്ങൾ ദൈവാലയമായിട്ടുള്ള ബന്ധം ദൈവത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആദ്യത്തെ പഠനം കണ്ടു വരുന്നുള്ളൂ. ജെൻസനും ജിതിനും മോളുടെ പേര് നീതു. മോളുടെ ഒന്നോട് ചോദിക്കോട്ടോ, രണ്ടുപേരും ഒന്നും ചോദിക്കോട്ടെ. അപ്പോ ജെൻസനും മാറിപ്പോലും അല്ലേ, നീതുവിനും അതുപോലെ ജിതിനും ക്രിസ്റ്റീനയ്ക്കും മോനെ എഴുതി വയ്ക്കല്ലോ, എനിക്ക് കോമ്പ്ലിക്കേറ്റഡ്. അപ്പൊ ദൈവം അനുഗ്രഹങ്ങൾ തരട്ടെ. നിങ്ങൾക്ക് തന്നെ അനുഗ്രഹം അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ തന്നെ ഒരുപാട് സന്താനങ്ങൾ ദൈവം നമുക്ക് തരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവം ആരാധനയോടത്തേക്ക് യോഗ്യമാകുന്നു. ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ആഗ്രഹത്തിനായി ക്ഷണിക്കുകയും ആകാശം ഭൂമിവ നിർമ്മിച്ച ദേവദേവൻ. ആകാശം ഭൂമിവ നിർമ്മിച്ച ദേവദേവൻ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ.
സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദേവകുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ആദ്യത്തെ പേര് മാത്രം പഠിച്ചാൽ മതി. മാമോദീസ വന്ന ഇവിടെ മരിയാകുന്ന സേറയാകുന്നു കേട്ടോ. മരിയാകുന്ന ഞാൻ, സേറയാകുന്ന ഞാൻ. ഓക്കെ, രണ്ടുപേരും പറഞ്ഞു. സാത്താനെ, നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിങ്ങളുടെ ഭയത്തെയും നിന്റെ സകവഞ്ചനെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ പൊങ്ങുന്ന സേറയാകുന്ന ഞാൻ, മരിയാകുന്ന ഞാൻ. സാത്താനെ, നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും സകല ഭയത്തെയും സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസ പൊങ്ങുന്ന മരിയാകുന്ന സേറയാകുന്ന ഞാൻ. സാത്താനെ, നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിങ്ങളുടെ സഹഭാഗത്തെയും ഉപേക്ഷിക്കും. ഈ തിരിച്ചെന്നെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തഞ്ജനത്തിൻ ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ മാശിലാതിയിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ മാറി ചവനയും അമ്പലവും കതിരവും കതിരുകനായിച്ചു കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ ലോകപാപച്ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പതിന് കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം. അല്ലലെല്ലാം അവനകലെ കളയുമേ. യേശു രാജാവിനോശന്ന നല്ലവനാമേശുനാഥൻ വരും സർവവല്ലഭായേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ.
കർത്താവേ മാമോദീസയിലുള്ള വിശ്വാസത്തിന്റെ ഫലമാണ് குப்பையான என்னை கோபுரத்தில் வைத்தீரே, உதவாத என்னை உமக்காய் தெரிந்தீரே. குப்பையான என்னை கோபுரத்தில் வைத்தீரே, உதவாத என்னை உமக்காய் தெரிந்தீரே. நீங்கதான் எல்லாம் ஏசப்பா, என் ஏசப்பா, உம்மை விட யாரும் இல்லப்பா. நீங்கதான் எல்லாம் ஏசப்பா, என் ஏசப்பா, உம்மை விட யாரும் இல்லப்பா. கலங்கின எனக்கு ஆறுதல் அளித்தீரே, கண்ணீரில் எனக்கு கிருபை தந்தீரே. கலங்கின எனக்கு ஆறுதல் அளித்தீரே, கண்ணீரில் எனக்கு கிருபை தந்தீரே. சோர்ந்து போயிருந்தேனப்பா, என் ஏசப்பா, சோகங்கள் தீர்த்தீரப்பா. சோர்ந்து போயிருந்தேனப்பா, என் ஏசப்பா, சோகங்கள் தீர்த்தீரப்பா. സന്തോഷം തരുന്ന അനുഭവമായി നിങ്ങൾ പേരൻസ് എന്നും ഉണ്ടാകും. എപ്പോഴൊക്കെ വെച്ച് അവരെ ജ്ഞാനിപഠിതമായപ്പോൾ നിങ്ങൾ പോയപ്പോൾ അവരെ വെച്ച് വരുമ്പോൾ പ്രായമാകുമ്പോൾ അവർ വളർച്ചയ്ക്ക് സന്തോഷപ്പെടുന്ന അറിയിക്കുന്നത് എപ്പോഴും അനുഗ്രഹമായി. അവരെപ്പോഴും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ദൈവ ആശ്രയത്തിൽ വളരുന്നത് കേൾക്കുന്നതിനേക്കാൾ അപ്പുറമായി ഒരു ആചാരങ്ങളിൽ എന്റെ ജീവിതത്തിൽ സന്തോഷം അപ്പുറമായി സന്തോഷം ഒരു കുദാശ ഫലമേൽപ്പിക്കുവാൻ ദൈവം ചുമതലപ്പെടുത്തി. ആ കുദാശയിലൂടെ വിവാഹിതരാകുന്ന മക്കൾ, മാമോദിസ ചെയ്യുന്ന മക്കൾ അവരുടെ ജീവിതത്തിൽ സന്തോഷ വളർച്ചയുമാണ് ഒരു പുരോഹിത സ്ഥാനിയുടെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹവും വലിയ എന്താണ് ഒരു പുരോഹിത ജീവിതത്തിൽ മറ്റുള്ളവർ പറയുവാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ പേരൻസ് അത് പറയിപ്പിക്കുകയാകട്ടെ. ഇവിടുത്തെ യാക്കോബായ സമൂഹം കുറച്ചൊരു പദവിയിലാണ്. ഒരുപാട് ഇടഭാഗങ്ങൾ ഒക്കെ വളരുകയും ഇടവയോട് ചേർന്ന് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ കാലയളവാണ്. നിങ്ങൾ ഇവിടെ വന്ന സമയം മുതൽ ദേവാലയത്തോടെ 2 കുടുംബങ്ങളും ആത്മാർത്ഥമായി നിങ്ങൾ മറ്റൊരു സന്ദർഭങ്ങളൊക്കെ സമർപ്പിക്കുന്നു. ഇനിയാണ് നിങ്ങളുടെ കൂടുതൽ സഹകരണം ഒക്കെ ഉണ്ടാകണം. പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. മാമോദീസയ്ക്ക് കല്യാണത്തിലൊക്കെ ദേവാലയം വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് അടുത്ത ഒരു ആവശ്യത്തിനാണ്. നമ്മൾ അങ്ങനെ ആകരുത്. നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ദേവാലയത്തോട് നിങ്ങൾ ഈ ഭാഗത്ത് ഈ കുടുംബത്തിൽ അംഗങ്ങളാണ്. നിങ്ങൾ ആരും ഇൻവൈറ്റ് ചെയ്യാൻ നോക്കണ്ട, നിങ്ങൾ ആരും കെയർ ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾ ഓരോരുത്തർ ആളായിക്കോട്ടെ. ഞങ്ങളോട് പറയാറുണ്ട്, അത് വരുമ്പോൾ നിങ്ങളോട് ആളുകളാണ്. ആരും കൂടത്തെ സ്വന്തം എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തരും സ്വന്തമാണ് ദേവാലയത്തോട്. അത് അങ്ങനെ തന്നെ പെരുമാറണം. അത് 2 ഭാഗത്തോട് ഒക്കെ അത് ദൈവം നിങ്ങളെ ചേർത്ത് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കസിൻസ് ആയിട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യയുടെ മമ്മിയുണ്ട്. അതുപോലെ നീതുവിന്റെ കസിൻസ് ജെൻസിന്റെയും കൊണ്ടുവന്ന് ഫ്രണ്ട്സും കൊണ്ടുവന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധാരണ നമ്മുടെ സഭയിൽ ഒരു ക്രമീകരണമുണ്ടായിരുന്നത് ആൺകുഞ്ഞുങ്ങളെയാണ് അതുപോലെ പ്രവേശിപ്പിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ഈ അടുത്ത 4 ശ്രേഷ്ഠ കൗലിക ബാബായുടെ കൽപ്പന പ്രകാരം പെൺകുഞ്ഞുങ്ങളെയും പൊതുവായി പ്രവേശിപ്പിക്കണമെന്നുള്ള ആ സഭയുടെ പിതാക്കന്മാരുടെ അത് നിർദ്ദേശം അനുസരിച്ച് അത് 2 കുഞ്ഞുങ്ങളെയും പൊതുവായി പ്രവേശിപ്പിക്കുകയാണ്. ശുശ്രൂഷകർ 2 പേര് സാധാരണ നാട്ടിലെ ശുശ്രൂഷകരാതെ എന്ന് പറഞ്ഞാൽ தனிமையில் எனக்கு
സകലം തന്നു